എൻ്റെ ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്ന് ഏകദേശം 3500ഓളം പെൺകുട്ടികൾ കല്ലറങ്ങാട്ട് ബിഷപ്പ് പറഞ്ഞ പോലെ തന്നെ മത തീവ്രവാദികൾ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എഗ്രീഡ്. ഈ പറയുന്ന ജാസ്മിൻ ഷാ വിശ്വസിക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത് എല്ലാവും? ബാക്കി ഭാഗം ഞാൻ ചേർക്കുന്നില്ല. ആ സംഭവം ഉണ്ടോ ഇല്ലയോ, നടന്നിട്ടുണ്ടോ ഇല്ലയോ ഇതിനൊരു ആൻസർ കാരണം. കാരണം ഇതിനകത്ത് 56ഓളം പെൺകുട്ടികൾ ഈ നേഴ്സസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. നേഴ്സിങ്ങിന് പഠിക്കാൻ പോയവരാണ്, നേഴ്സായിട്ട് ജോലി ചെയ്തവരാണ്. എനിക്ക് ഉത്തരം വേണം. അതായത് ഈ പറയുന്ന മലയാളികളായ ക്രിസ്ത്യൻസും ഹിന്ദുക്കളുമായ പെൺകുട്ടികളെ ഈ മത തീവ്രവാദികൾ അടിച്ചു മാറ്റി ISISൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പോയ സംഭവം ഇത് സത്യമാണോ അല്ലയോ? ഉത്തരം എന്താ? തന്നേ മതിയാവത്തുള്ളൂ. കാരണം താങ്കൾ സുഡാപ്പി അല്ലെന്നല്ലേ പറയാം. ഞാൻ പ്രൂവ് ചെയ്യാം നീ ആരാന്ന്. കാരണം നേഴ്സസ് ഉണ്ട് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അതിനെ തെളിവാണെങ്കിൽ ഈ കാത്തലിക് സഭയിലെ അച്ഛന്മാരുടെ കയ്യിലുണ്ട്, എടുത്തു നോക്കും. ഇവരെത്ര പേര് നേഴ്സസ് ആയിരുന്നു, നേഴ്സിങ്ങിന് പഠിച്ചവരാണ്. രാജ്യത്ത് വലിയ തരത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം കുറേ വർഷങ്ങളായിട്ട് ഉള്ളതാണെന്നുള്ളതിൽ തർക്കമില്ല. നിരവധി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. പക്ഷെ ഇത് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ള വലിയ പ്രചരണം ഇവിടുത്തെ ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് വ്യാപകമായിട്ടുണ്ട്. ഇത് വെറും സംഘപരിവാറിന്റെ സംഘികളുടെ ഒരു ഗൂഢാലോചന മാത്രമാണ്. ക്രിസംഘികൾ കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് ഈ സംഘപരിവാറിന്റെ വലയിൽ ഇവന്മാർ വീണതിന്റെ പേരിലാണ് ഇങ്ങനെ ഈ ഒരു പ്രചരണത്തിന്റെ ഒപ്പം ഇവർ നിൽക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, രാജ്യത്തെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് മാത്യു സാമുവൽ സാർ. നമ്മൾക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം വ്യക്തമാണ് അദ്ദേഹം ഇടപെട്ടിട്ടുള്ള വിഷയങ്ങളും ഒരുപാട് വളരെ ഗുരുതരമായിട്ടുള്ള അഴിമതി കേസുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ ഒരു വാക്കുകൾ നമ്മൾക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ചോദിക്കുന്നത് കേരളത്തിലെ UNA എന്ന് പറയുന്ന സംഘടനയുടെ, നഴ്സിംഗ് സംഘടനയുടെ തലവനായിട്ടുള്ള ജാസ്മിൻ ഷായ്ക്കെതിരെയാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ കേരളത്തിലുള്ള 56 നഴ്സുമാർ ഈ പറയുന്ന സുഡാപ്പി ഭീകരന്മാരുടെ വലയിൽ അകപ്പെട്ടുകൊണ്ട് മതം മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉറച്ച് അദ്ദേഹം പറയുന്നത്. ഇത് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഒരു കാര്യം പരിശോധിക്കാം. ഈ നഴ്സുമാരുടെ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന UNA എന്ന് പറയുന്ന സംവിധാനം, ഇവർക്ക് ഇതിൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. ഇവർ ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ മാത്യു സാമുവൽ സാറിൻ്റെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം, ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഈ നമ്മുടെ ഈ UNAയുടെ തലവനായിട്ടുള്ള ജാസ്മിൻ ഷായുടെ ഒരു വീഡിയോ ഇതിന് ബദലായിട്ട് അല്ലെങ്കിൽ കൗണ്ടർ ചെയ്തുകൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് ആഗോളതലത്തിലുള്ള വിഷയങ്ങളാണ്, മതപരമായിട്ടുള്ള വിഷയങ്ങളാണ്, ഇതിൽ ഞങ്ങൾ എന്തിനാണ് മറുപടി പറയുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ മൊത്തത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജാസ്മിൻ ഷായ അടക്കമുള്ള ആളുകൾ ഇതിൽ നിന്ന് വഴിതെറ്റി അല്ലെങ്കിൽ റൂട്ട് മാറ്റിയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടെയുള്ള നഴ്സുമാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ളത് തന്നെയാണല്ലോ പറയുന്നത്. അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ നഴ്സിംഗ് മേഖലയിലേക്ക് ജിഹാദി ഭീകരവാദികളുടെ കടന്നുകയറ്റം ഉണ്ടായിട്ട് ഈ പെൺകുട്ടികളെ 56 പെൺകുട്ടികളെ മതം മാറ്റുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടാനോ അതിൽ നിന്ന് മാറി ചിന്തിക്കാനോ ഈ ജാസ്മിൻ ഷായ അടക്കമുള്ള ആളുകൾ എന്തിനാണ് ഈ രീതിയിൽ, ഇതൊന്നും ഞങ്ങൾ ഇടപെടേണ്ട വിഷയമല്ല എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലായിട്ടുള്ള മറുനാടൻ മലയാളിയുടെ സാജൻ സ്കറിയ, ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഇവിടുത്തെ നഴ്സുമാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ് തങ്ങളിവിടെ പ്രവർത്തിക്കുന്നതെന്ന്. അല്ലെങ്കിൽ തങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് വെച്ചാൽ ഞാൻ അറിയുന്ന UNAയുടെ നേതാക്കന്മാരും പ്രവർത്തകർക്ക് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ ഈ UN എന്ന് പറയുന്ന സംവിധാനം ഈ പറയുന്ന വെള്ളവസ്ത്രമിട്ട മാലാകമാരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വെള്ളവസ്ത്രമിട്ട മാലാകമാരെ കൊത്തിപ്പറിക്കാൻ വരുന്ന ജിഹാദി ഗ്രൂപ്പുകളായിട്ടുള്ള കഴുകന്മാരെ ഇവരുടെ ഈ ഒരു ഗൂഢലക്ഷ്യത്തെ തകർക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ഇവർക്കില്ലേ? ഇവരിതിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളത് നമ്മൾക്ക് അത് വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇത് പൂർണ്ണമായിട്ടും ഈ മാത്യു സാമുവൽ സാറ് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് പൊതുസമൂഹത്തോട് കൂടിയിട്ടാണ്. ഈ പറയുന്ന UN എന്ന് പറയുന്ന സംഘടന നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അതിനുള്ളിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
നിൽക്കുന്ന ഇവിടുത്തെ നഴ്സുമാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള കഴുകന്മാർ പ്രവർത്തിക്കുമ്പോൾ ആ കഴുകന്മാർക്കെതിരെ നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് നടപടിയുണ്ട്. ശമ്പളത്തിന്റെ വിഷയം മാത്രം അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ശമ്പളം കുറവാണ് അത് കൂട്ടി നൽകണം എന്നുള്ളത് മാത്രമാണോ നമ്മുടെ നാട്ടിലുള്ള നഴ്സുമാർ അനുഭവിക്കുന്ന പ്രശ്നം? അല്ല, ഇതുകൂടി ഇതിന്റെ ഭാഗമാണ്. അതിലൊരു തർക്കമില്ലാത്ത വിഷയം തന്നെയാണ്. ഇപ്പൊ കത്തോലിക്ക സഭയുടെ അച്ഛന്മാരുടെ കയ്യിലൊക്കെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്, എത്ര പേര് മതം മാറി പോയിട്ടുണ്ട്. അപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ISIS എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയിലേക്ക് മതം മാറ്റം ചെയ്യപ്പെട്ട് സിറിയയിലേക്കും ഇറാഖിലേക്കൊക്കെ പോയത് അത് കേരളത്തിൽ നിന്നാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. IS ഭീകരവാദ സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ലീപ്പർ സെല്ലുകളുള്ള ഒരു നാട് അത് നമ്മുടെ കൊച്ചു കേരളമാണെന്ന് കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ 1% പോലും നമ്മൾക്ക് അതിൽ നിന്ന് ഈ പറയുന്ന ആര് വഴിതെറ്റിച്ച് ഇതിനെ ചിന്തിപ്പിക്കാനോ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ചർച്ചകൾ മാറ്റിമറിക്കാനോ പ്രതികരിക്കാതൊക്കെ ഇരുന്നാലും യാഥാർത്ഥ്യമാകുന്നില്ല. കൂട്ടത്തിൽ നമ്മൾ ഇപ്പോൾ മിനി പാകിസ്ഥാൻ എന്നുള്ള രീതിയിലൊക്കെ കേരളത്തിലെ ഒരു ജില്ലയെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളതിൽ ചിന്തിക്കേണ്ടത് ഇങ്ങനെ നടക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഹമാസ് നേതാക്കന്മാരുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹമാസ് നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകർക്ക് പിന്തുണ ലഭിക്കുന്നത് ഏത് ജില്ലയിൽ നിന്നാണ്? ഈ പറയുന്ന ഒരു കേരളത്തിൽ പേരെടുത്ത് പറയാൻ പോലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ഒരു വിഷമമുണ്ടാക്കുന്ന സംഭവമൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന ജില്ലയിൽ തന്നെയാണ് അല്ലെങ്കിൽ വിമർശിക്കാൻ പാടില്ലാത്ത ജില്ലയിൽ നിന്നാണ് ഹമാസ് പോലെയുള്ള ഒരു ഭീകരവാദ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്നത്. ആനപ്പുറത്ത് ഹമാസ് നേതാക്കന്മാരുടെ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് അത് നമ്മൾ നോക്കുമ്പോൾ മലപ്പുറം ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് തന്നെയാണ് ഈ ഒരു പരിപാടിയൊക്കെ നടന്നത്. അപ്പോൾ ആഗോള തലത്തിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കെടുത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ തീവ്രവാദികൾക്ക് ഇതുപോലെ പരസ്യമായിട്ടുള്ള പിന്തുണയോ എന്നുള്ള സംഭവമാണ് ലോകത്തെ മുഴുവൻ ചർച്ചാ വിഷയമായിട്ട് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ അത്രത്തോളം വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെതിരെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വളരെ വർഷം നമ്മുടെ രാജ്യത്ത് മാധ്യമ മേഖലയിൽ സേവനമനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അതിൽ നിന്ന് 1% പോലും മാറി ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഇതിൽ അന്വേഷണം ഉണ്ടാകേണ്ടത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടി കൊടുക്കാൻ ജാസ്മിൻ ഷാ അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് മടിക്കുന്നു? ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് കൈ കഴുകി കളയുന്നത് എങ്ങനെയാണ് ഈ ഒരു നഴ്സുമാരായിട്ടുള്ള പെൺകുട്ടികളെ ഇതുപോലെയുള്ള കഴുകന്മാർ അല്ലെങ്കിൽ രാജ്യദ്രോഹികൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് കഴുകി അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമമൊക്കെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. ഇത് പൊതുസമൂഹം ഇത് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് രാജ്യവിരുദ്ധ ശക്തികൾ രാജ്യത്തെ പല മേഖലകളും തകർക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ പരിശ്രമം നമ്മുടെ കേരളത്തിലും വിവിധ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് അത് ഉണ്ട് എന്നുള്ളതിൽ 1% പോലും നമ്മൾക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് എന്താ പറയുക, നമ്മൾ ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങളുടെ പ്രശ്നം മറ്റ് ചില വിഷയങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ ശ്രമിക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടുള്ള അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നിങ്ങൾ കൂടി മനസ്സിലാക്കുക. എങ്ങനെയാണെങ്കിലും മാത്യു സാമുവൽ സാറിനെ പോലുള്ള ആളുകൾ നടത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരു വിഷയത്തിൽ അതിൽ കാര്യമുണ്ട് എന്നുള്ളത് തന്നെ പൊതുജനം വിശ്വസിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.